സുഹൃത്തുക്കളെ, ഈ വീഡിയോ കണ്ടപ്പം തന്നെ നമുക്ക് മനസ്സിലാവില്ലേ ഇത് ഒരു സൈക്കോ രോഗിയാണെന്ന്. ഇയാൾ വെറും ഒരു സൈക്കോ രോഗിയാണ്. കാരണം ഈ ഭാര്യയായിട്ട് ഭയങ്കര പ്രശ്നവും തല്ലും കുത്തും കച്ചറയായിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ നിൽക്കുന്നതിൻ്റെ ഇടയിൽ അവൾ ആകെ തകർന്ന മട്ടിൽ ഇയാളടുത്തുനിന്ന് ജീവിക്കാനാവുന്നില്ലല്ലോ എന്നുള്ള ആ ടെൻഷനിൽ നാടിനെ അറിയിക്കണോ അല്ലെ വീട്ടുകാരെ അറിയിക്കണോ കൂട്ടുകാരറിയിക്കണോ എന്നുള്ള ഒരു ചിന്തയിലാണ് ഈ പെൺകുട്ടി വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇയാൾ നീ അത്ര വലിയത് എന്നുള്ളതിലാണ് വലിയതിൽ ആ ഫോട്ടോ ഫേസിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇയാൾ അത്ര മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അതിപ്പോൾ ലോകം അറിയുമോ എന്നുള്ളത്. കാരണം ഇത് പതിവുള്ളതല്ലേ, ഏത് സമയത്തും ഈ പതിവാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെ ഉണ്ടാകുന്നത്. ഈ പെൺകുട്ടി സഹി കെട്ടുകയാണ് ഈ വീഡിയോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കുക. ഇതൊരു പ്രശ്നം, ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഇത് കാണാൻ മനസ്സിലാക്കുന്നത്. ഇയാൾ പരിഹാസം പോലാണ് ഇയാളെ ഈ നിൽപ്പ്. ഞാൻ എന്താണ് നീ എന്ത് ചെയ്യും എന്നുള്ള ഒരു പരിഹാസം പോലെ. എനിക്കൊന്നും അറിയില്ല കേട്ടോ. ജോലി പോലും പോകുന്നു എനിക്ക് തോന്നുന്നത്. ഞാൻ എക്സാമാരെ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ എല്ലാ ഗ്രൂപ്പിലും ഉണ്ട്. 10ാം ക്ലാസ്, പ്ലസ് 2, ഞാൻ ഡിഗ്രി, ജോലിക്ക് വന്ന എല്ലാ ഗ്രൂപ്പിലും ഇങ്ങനെ വന്ന പ്രാദേശിക നിനക്കത് പറ്റിയോടാ എന്തോ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം വീഡിയോസും എൻ്റെ ഫോട്ടോസും എല്ലാം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് സംഭവിച്ചതുള്ളത്. പിന്നെ അവർ പറഞ്ഞാലുള്ളൂ അവിടാണ് ഏറ്റവും ആ കുഞ്ഞിന് അവർ ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യം നോക്കും. നമുക്ക് കൈക്കിട്ടേക്ക് എടുത്താൽ നോക്കും ഉണ്ടോ. ഇതൊന്നും അല്ല, ഇനിയുണ്ട്. ഇതൊന്നും ഞാൻ സ്വയം ചെയ്യുന്നതല്ലല്ലോ. അടിച്ചതിന്റെ പാടല്ല, എന്തിന്റെ പാടാണത്? ഇത് അടിച്ച പാടാണ് മൊത്തത്തിൽ. അവൾ എന്തൊക്കെയാണ് കാണിച്ചു തന്നത്. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ ബാത്റൂമിൽ സ്ലിപ്പാട്ടി വീണയാണ്. അതല്ല, ഞാൻ ഒരാഴ്ച ഇങ്ങനെ കൈ കെട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു. ഞാൻ ബാത്റൂം വീണല്ലേ, ഇവിടെയായിട്ട് പ്രശ്നം വന്നപ്പോൾ ഇവിടെ തന്നെ തെള്ളി ഞാൻ താഴെ പേടിച്ചിട്ട് ഞാൻ ഒരാഴ്ച ഞാൻ സ്ലിങ് ഇട്ടുകൊണ്ടിരുന്നു. ആ സ്ലിങ് ആ ബെൽറ്റ് പോയി അവളെ അടിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ കുഞ്ഞിനെ കാണിച്ചത് അവിടെ ദേഷ്യമാണ്. അത് ഒരിക്കലും അവളെ കുറ്റം പറയത്തില്ല. ആ കുഞ്ഞിന് എന്നുള്ള സ്നേഹം കൊണ്ട് കാണിച്ചതാണ്. ആ കുഞ്ഞിന് എന്ത് പറ്റി എനിക്കറിയണം. അവൾ ഒരിക്കലും ശ്രമിച്ചിരിക്കത്തില്ല. അത് 200% ഞാൻ പറയുന്നു. എൻ്റെ കുഞ്ഞിനെ പേടിപ്പിക്കാൻ കാണിച്ച അബദ്ധം എനിക്ക് അവൾക്ക് എന്തോ പറ്റി, എനിക്കിത് അറിയണം. ഇയാളുടെ ഈ മേലുള്ള ഈ ഓരോ അടയാളങ്ങളും കണ്ടാൽ തന്നെ അറിയാം ആ വീട്ടിൽ എത്രമാത്രം പ്രശ്നങ്ങളാണ് അവർ തമ്മിലുണ്ടാകുന്നതെന്ന്. കുഞ്ഞിക്ക് നല്ല ദേഷ്യമാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇയാൾ അവൾക്കും ദേഷ്യം വരുന്നുണ്ട്, നല്ലോണം കൊടുക്കുന്നുണ്ട്. അവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അടി പിടി ഇതൊക്കെ ഭയങ്കര ഇതാണെന്നുള്ളത് എന്താ പറയുക. ഇവർക്ക് തമ്മിൽ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കാനാവും പിരിക്കാനാവാത്ത സ്നേഹമുണ്ട്. ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര കച്ചവടമാണ്, ഭയങ്കര സംശയരോഗവും ഇതൊക്കെയാണ് ഇവിടെ ഇതാകുന്നത്. ശരിക്കും ഇയാളൊരു സൈക്കോ കളിയാണ് ശരിക്കും ആ വീട്ടിൽ നടക്കുന്ന സൈക്കോ. എന്റെ അമ്മ എനിക്ക് വിളിക്കാൻ പറ്റില്ല കേട്ടോ. 2-3 വർഷമായിട്ട് വിളിക്കാൻ സമയം ഞാൻ എങ്ങനെ വിളിക്കും? എന്റെ അനിയനെ വിളിച്ചു, അവൻ വിളിച്ചു. അവന്റെ കൂട്ടുകാർ വന്ന് രാത്രി അവനെ സപ്പോർട്ട് എനിക്കുണ്ട്. വിഷമിക്കണ്ട, ഇത്രയും ദ്രോഹം ഞാൻ അവനെ മൈൻഡ് ചെയ്യാതെ അവന്റെ കയ്യിൽ നോക്കി. അവൻ കല്യാണം കഴിക്കാക്കിയിരിക്കണം. എനിക്ക് ചേട്ടൻ മരിച്ചു. എന്റെ ചേട്ടന്റെ മക്കളെ നോക്കി അവന്റെ ലൈഫ് കൂടെ നോക്കാതെ അവൻ ജീവിക്കണം. ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 5 പൈസ പോലും ഞാൻ കൊടുക്കുന്നില്ല. എന്റെ ചേട്ടൻ അത്രയ്ക്ക് എന്നോട് സ്നേഹമായിരുന്നു. അതെനിക്ക് ഇഷ്ടമല്ല. അന്ന് ഞാൻ ചെയ്യാതിരുന്നു. അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു. അമ്മയെ വിളിക്കാതിരുന്നു, സഹോദരങ്ങളെ മൈൻഡ് ചെയ്യായിരുന്നു, സുഹൃത്തുക്കളെ മൈൻഡ് ചെയ്യായിരുന്നു. സ്വന്തം പ്രസവിച്ച അമ്മയെ വിളിക്കരുത് എന്ന് ഒരു ഭാര്യമാരും അങ്ങനെയായിട്ട് പറഞ്ഞു കൊടുക്കൂടാ. അത്രയും അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ അമ്മ എന്തെങ്കിലും ഒരു ദ്രോഹം ചെയ്തിട്ടോ ആക്കിയിട്ടോ അങ്ങനെ പറഞ്ഞാലും ആ ഭാര്യയെ പറ്റ ക്ഷീണമുള്ള ഭാര്യ ആയതുകൊണ്ടോ മാത്രമായിരിക്കും ഇങ്ങനെയൊക്കെ പറയുക. അല്ലാണ്ട് ഒരു പെണ്ണുങ്ങളും അമ്മയെ വിളിക്കരുത് എന്നൊന്നും പറയില്ല. അഥവാ പെൺകുട്ടികൾ അങ്ങനെ പറയുകയാണെങ്കിലും ആണുങ്ങൾ നല്ല അമ്മയോട് സ്നേഹം ഉണ്ടെങ്കിൽ വിളിക്കാതിരിക്കുകയില്ല. അപ്പോൾ അമ്മയോട് ആത്മാർത്ഥമുള്ള സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ് അമ്മയെ ഒന്ന് വിളിക്കാനൊന്നും തോന്നാത്തത്. 3 വർഷത്തോളേക്ക് അമ്മയെ വിളിക്കാൻ നിന്നൊക്കെ പറഞ്ഞാൽ ഇയാൾ എന്തൊരു വാക്കാണ് ഇയാൾ പറയുന്നത്. അമ്മയെ അങ്ങനെ വിളിക്കാണ്ടിരിക്കാൻ പറ്റുമോ? പ്രസവിച്ച അമ്മനെയൊക്കെ എങ്ങനെയായാലും ഒന്ന് വിളിക്കണ്ടേ? ഇത് അത്രയും ഒരു മനസ്സ് അത്രയും ഇങ്ങനെ ഇതായിട്ടല്ലേ, കടുത്ത തീരുമാനം എടുത്തത് കൊണ്ടല്ലേ അമ്മയെ പോലും വിളിക്കാണ്ടിരിക്കുന്നത്. അതുപോലെ ഭാര്യനോട് ഇത്രമാത്രം സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഭാര്യയായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ശരിക്കും ഇയാൾക്ക് എന്താണെന്നറിയോ, ഭയങ്കര സ്നേഹമുണ്ട്, ഒന്നും ഇതാക്കാനും പറ്റൂല. ഭാര്യനോടുള്ള സ്നേഹം എല്ലാം ഉണ്ട്. ഒരു സൈക്കോ. ഇത് വേറൊരു മോഡലുള്ളൊരു സൈക്കോ ആണ് ഇയാളെങ്ങനെ ഇത് നയിച്ചത്. അല്ലാണ്ട് അമ്മയെ വിളിച്ചില്ല, അതുല്യ വിളിക്കാൻ സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇയാൾ എന്തൊരു മണ്ടത്തരങ്ങളാണ് പറഞ്ഞ് പോകുന്നത്. ഇയാൾക്ക് ശരിക്കും പറയുന്നതൊന്നും ഓർമ്മയില്ല എന്നാണ് തോന്നുന്നത്. ഇയാളിങ്ങനെ
ഓരോന്നിങ്ങനെ അവിടെ വിളിച്ചെറിയതൊക്കെ. സത്യം എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ വെച്ച് ഞാൻ തീരാൻ പോകുന്നില്ല, എനിക്ക് വയ്യ, എനിക്ക് മടുത്തു. കാരണം ഈ കുഞ്ഞിങ്ങനെ പറയാണ്, നിരന്തരമായിട്ടൊരു കൊച്ചിങ്ങനെ പറയാണ്, ഞാൻ എൻ്റെ സ്പേസിൽ പൊയ്ക്കോളാം, ഇയാൾ പൊയ്ക്കോ. അപ്പൊ ഞാൻ ആലോചിക്കണം, അത് ശരി, ഇപ്പൊ ഞാൻ ഇത്രയും 15 വർഷം കഷ്ടപ്പെട്ടു, ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? അപ്പൊ എന്നെ ഒറ്റപ്പെടുത്തുമല്ലേ, എനിക്ക് ആരുമില്ല, ഒരാളും ഇല്ല. അപ്പൊ ആ സമയത്ത് അവളെ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ഞാൻ എന്താ വേണം? ഞാൻ സ്വയം തീരാൻ പോകുമ്പോൾ ഇങ്ങനെ പിടിച്ചോണ്ട്, എനിക്ക് ഓർമ്മയായിട്ട് കയ്യിൽ മടക്കി കൊടുത്ത് ഇങ്ങനെ വെച്ചോണ്ട് വീഡിയോ ഒക്കെ എടുത്തത് അവളിങ്ങനെ പിടിക്കും, ഞാൻ പിന്നെയും കാണിക്കും. അത് ഇവളിങ്ങനെ ഇത് വന്നതെന്ന് വെച്ചാൽ ഇവളെ കൂട്ടുകാർക്കല്ല ഇത് അയച്ചു കൊടുത്താണ് ഈ പ്രശ്നം വന്നേക്കുന്നത്. അപ്പോഴത്തേക്ക് മൊത്തം നെഗറ്റീവായി. ഞാൻ ആ കുഞ്ഞിനെ തല്ലിക്കൊല്ലാൻ വേണ്ടി എനിക്ക് നിങ്ങൾ നിങ്ങൾ ശാസ്ത്രമായിട്ട് പോയി എൻ്റെ അമ്മയെടുത്ത് വയ്ക്കും. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ അവിടെ? ഇതുവരെ പോയോ? പോയില്ല. എന്തുകൊണ്ട് പറഞ്ഞേ? ആര് പോയി? ഞാനൊരു വീഡിയോ കണ്ടില്ലല്ലോ. എന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പോയിട്ട് ആ കുഞ്ഞിന്റെ അച്ഛനെ അമ്മയെ വിളിച്ച് സംസാരിച്ചല്ലാതെ എന്റെ അമ്മയുടെ നിങ്ങൾ ചോദിച്ചെന്തെങ്കിലും? അതെ, അതിന്റെ കാരണങ്ങൾ പറയില്ല അവര്, എന്തുകൊണ്ടാണത്. അതുല്യ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മൊത്തം അടിക്കണം. ആ വീട്ടിൽ ആ പരിസരത്താർക്ക് മൊത്തം അറിയാം. ഞാൻ വീട് വാടക കൊടുത്തിട്ടുണ്ട്. ഞാൻ വാടക വാങ്ങിക്കുന്നത് ഞാനല്ല വാങ്ങിക്കുന്നത്. എനിക്ക് 2.5 ലക്ഷം ഒരു വീഡിയോ വന്ന് എനിക്ക് 2 lakhs സാലറി, സോറി 2.5 ഉണ്ട്. എനിക്ക് 2.5 ഉണ്ട്. എന്റെ അക്കൗണ്ടിൽ 1000 രൂപ ഇല്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാം, ഇവിടെ ഇല്ല. എന്റെ സുഹൃത്തിന്റെ ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ചാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി. ജോലി കിട്ടിയ ദിവസം ജന്മദിനത്തിന്റെ അന്ന് അങ്ങനെ ചെയ്യത്തില്ല ചേട്ടാ. എനിക്ക് 100% ഉറപ്പാണ് ആ കുഞ്ഞ് ചെയ്യത്തില്ല. ഒന്നുകിൽ അവർക്ക് അവളെ എന്തോ അപായപ്പെടുത്തി, ഇല്ലെങ്കിൽ ആ കുഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ വേണ്ടി കാണിച്ചിട്ട് അവർക്ക് അബദ്ധം പറ്റി. എന്നാലും ഞാൻ പറയുന്നു, അബദ്ധം പറ്റിയാലും ശ്വാസം മുട്ടി കുറച്ച് കിടന്നാലും അവള് ഓക്കെ. ഞാൻ അവളെ ലോക്ക് ചെയ്തിട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ അകത്ത് വരുമ്പം ഞാൻ ഒന്ന് കയറാൻ വേണ്ടി ആയിരിക്കും ആ കുഞ്ഞ് ഓപ്പൺ ആക്കിയിട്ടത്, എന്നിട്ട് കാണിക്കാൻ വേണ്ടി. അതാണോ അതോ കുഞ്ഞിന് അബദ്ധം പറ്റിയോ? അവളങ്ങനെ അയാളോട് അങ്ങനെ ഇനി പോയിക്കോന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവൾക്ക് അത്രയും സൗകര്യം കെട്ടിട്ടായിരിക്കും അവൾ അറിയുന്നത്, ഇനി പോയിക്കോ എവിടെയെങ്കിലും ജീവിച്ചോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അയാൾക്ക് അത് ഉൾക്കൊള്ളാനാകുന്നില്ല. കാരണം അയാൾക്ക് പ്രശ്നം ഇങ്ങനെ ഉണ്ടാക്കി ഒരു സൈക്കോ കളിയോ ഒക്കെ അയാളെ മനസ്സ് ശരിക്കും നോർമലല്ല. ആ നോർമലല്ലാത്തത് കൊണ്ടാണ് അയാൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത്. അല്ലെങ്കിൽ നോർമലുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അയാൾ ചിന്തിക്കണ്ടേ, ഈ പെണ്ണിന് വേറെ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടോ ഒന്ന് ചികിത്സിച്ച് മാറ്റാനൊക്കെ നല്ല സ്നേഹമുള്ള ആളാണെങ്കിൽ അങ്ങനെയല്ല ചിന്തിക്കുക. അപ്പോൾ അയാൾക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അയാൾക്ക് ആകെ ഭ്രാന്തെടുക്കുന്നുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവൾ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ കച്ചറയും ഇതൊക്കെ കൂടുമ്പോൾ അവൾക്ക് മടുത്ത് ഞാൻ പറയുന്നുണ്ടാവും പോയിക്കോന്ന്. അപ്പോൾ അയാൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ അയാളെ മനസ്സിൽ ഇവളെല്ലാം എനിക്ക് ആരുമില്ല. കാരണം ഒരുമാതിരി ഭ്രാന്തമായ സ്നേഹമുള്ളതും സൈക്കോവും കൂടി രണ്ടും കൂടിയും കലർന്നാൽ ഇങ്ങനത്തെ ഒരു മാതിരി ചിന്താഗതി ഉണ്ടാകുക. അല്ലാണ്ട് നോർമലുള്ള ഒരു മനുഷ്യനാണെങ്കിൽ വേഗം എന്ത് ചെയ്യും, ഇവൾ ഒന്ന് കാണിക്കാൻ നിൽക്കുക. അല്ലെങ്കിൽ ഇവൾക്ക് ഏതെങ്കിലും റിലേഷൻ ഉണ്ടായിട്ടാണ് അങ്ങനെയൊക്കെ ചിന്ത ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ പെണ്ണുങ്ങളെ വേണ്ടാന്ന് അങ്ങ് വെക്കണം. കാരണം വേറെ പെണ്ണുങ്ങളെ കിട്ടായിട്ടാ. അല്ലെങ്കിൽ നന്നാക്കി എടുക്കാൻ കഴിയില്ല എന്നുണ്ടാൽ വേഗം പെണ്ണുങ്ങളെ വേറെ നല്ല പെണ്ണുങ്ങളുണ്ടാവും നമ്മളെ സ്നേഹിക്കുന്നവർ, അങ്ങനെ ചിന്തിക്കണ്ടേ. അപ്പോൾ അയാൾക്ക് അങ്ങനെ ചിന്തിക്കാനാവുന്നില്ല. ശരിക്കും നല്ല നോർമലല്ല എന്നർത്ഥം. ഈ പ്രശ്നങ്ങളും ഇങ്ങനെ അവളിങ്ങനെ അയാൾ ചെയ്യുന്ന ഓരോ ദ്രോഹങ്ങളും ഇതൊക്കെ ഇത് പബ്ലിക്കാവുമെന്നും അയാൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അഥവാ അവളിങ്ങനെ ഫോട്ടോ എടുക്കുന്നതും ഇതാക്കുന്നതും ഇങ്ങനെ കാണുമ്പോൾ അയാൾ ഇത്രത്തോളം ആവുമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അയാൾ ആകെയിൽ ഇങ്ങനെ ഇതായിട്ടുണ്ടാവും. ഏതായാലും സത്യത്തിൽ ഇവർക്ക് ഒക്കെ നല്ല രീതിയിൽ ജീവിച്ച് പോകാൻ സാധ്യതയിലൊക്കെ എത്ര ശമ്പളമുണ്ട്, 2 ലക്ഷത്തിലധികം ശമ്പളമുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ സുഖമായിട്ട് ജീവിച്ച് പോകാം. അപ്പോൾ ഈ സുഖമായിട്ട് ജീവിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇവർക്ക് ഓരോരോ പ്രശ്നങ്ങൾ, കാരണം നമ്മളെ മനസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയരോഗങ്ങളും ഈ സൈക്കോയും ഇതൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതാണിപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചത്. ഈ പ്രശ്നങ്ങൾ, സംശയരോഗം, സ്നേഹം അധികമായാലൊരു സംശയരോഗമാണ്, കുറഞ്ഞാൽ പ്രശ്നങ്ങളും. അപ്പോൾ രണ്ടും കൂടി ഇത് നോർമൽ അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നത്.